നമസ്കാരം, ഓട്ടോഡോക്കിലേക്ക് സ്വാഗതം. വേനൽ മഴ എത്തി, തൊട്ടു പിന്നാലെ കാലവർഷവും. മഴക്കാലത്ത് നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണവ? ടെക്നീഷ്യൻ സലേഷ് വിശദീകരിക്കും. മഴക്കാലത്തിന് മുമ്പായിട്ട് നിർബന്ധമായും എല്ലാവരുടെയും വാഹനങ്ങൾ ഒരു ജനറൽ ചെക്കപ്പിന് വിധേയമാക്കണം. അതിലെന്തെല്ലാം കാര്യങ്ങളാണ് വരുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ടയറുകളുടെ കണ്ടീഷനാണ്. ടയറുകളുടെ കണ്ടീഷൻ നിർബന്ധമായും നമ്മൾ മഴക്കാലത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അതിൽ ഏറ്റവും മോശം ടയറുകൾ എവിടെയാണ് വരുന്നതെന്ന് നോക്കണം. അതുപോലെ ഫ്രണ്ടിൽ നമുക്ക് ഏറ്റവും നല്ല ടയറുകളാണ് ഇടേണ്ടത്. അഥവാ ഇനി മാറ്റേണ്ട ടയറുകളാണെങ്കിൽ കണ്ടീഷനാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ടയറുകൾ റീപ്ലേസ് ചെയ്യാൻ വേണം. അതുപോലെ റീസോൾ ടയറുകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അടുത്തതായത് നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. കാരണം അതിൻ്റെ ഹെഡ്ലൈറ്റ് ബ്രൈറ്റും ഡിമ്മും ഒക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ചിലതിൽ നമ്മുടെ ഡിമ്മ് വർക്ക് ചെയ്യാത്ത പ്രശ്നങ്ങൾ വരും. അപ്പോൾ പ്രോപ്പറായിട്ട് നമുക്ക് രാത്രി കാലങ്ങളിൽ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടാതെ വരുന്നൊരു സംഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായി നമ്മൾ ഹെഡ്ലൈറ്റ് എന്തായാലും പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. പിന്നീട് വരുന്നത് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മുടെ വാഹനത്തിന് 4 വീൽ ബ്രേക്സ് നമ്മൾ നിർബന്ധമായും ചെക്ക് ചെയ്യണം. അതിൽ നമ്മുടെ ബ്രേക്ക് ഷൂവിൻ്റെ കണ്ടീഷനും പാഡിൻ്റെ കണ്ടീഷനും ഒക്കെ നോക്കേണ്ടതാണ്. മഴക്കാലത്ത് ഏറ്റവും നമുക്ക് വണ്ടി പ്രോപ്പറായിട്ട് നമുക്ക് നിർത്താൻ സാധിക്കുന്നത് ബ്രേക്കിൻ്റെ സിസ്റ്റം ഫെയിലിയർ ആവുകയാണെങ്കിൽ വലിയ അപകടത്തിലേക്ക് ഇത് പോകാൻ സാധ്യതയുണ്ട്. പിന്നീട് വരുന്നത് നമ്മുടെ ലൈറ്റിംഗ് സിസ്റ്റമാണ്. അതായത് സിഗ്നൽ സിസ്റ്റംസ്, നമ്മുടെ ബ്രേക്ക് ലൈറ്റ്, അതേപോലെ പാർക്ക് ലൈറ്റ്, അതൊക്കെ നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. അതിൽ ബൾബുകളൊക്കെ കത്തുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ സിഗ്നൽസ് കാര്യക്ഷമമാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡിൻ്റെ കണ്ടീഷൻ നിർബന്ധമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ്. കാരണം നമുക്ക് പുറത്തേക്കുള്ള കാഴ്ച വളരെ കൃത്യമായുള്ളൂ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വൈപ്പർ ബ്ലേഡ് നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് ഇത് മാറേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ട് മാറണം. പിന്നീട് വരുന്നത് നമ്മുടെ ഓയിലിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻസ്, അതേപോലെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ കണ്ടീഷൻസൊക്കെയാണ്. അതൊക്കെ നമ്മൾ ഈ ഒരു ജനറൽ ചെക്കപ്പിൽ ചെയ്യുന്ന സമയത്ത് അവരത് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുകയും റീപ്ലേസ് ചെയ്യേണ്ടതാണെങ്കിൽ അത് റീപ്ലേസ് ചെയ്യുകയും ചെയ്യും. വാഹനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് AC. ചില ആളുകൾക്ക് ധാരണയുണ്ട് നമ്മുടെ മഴക്കാലത്ത് AC ആവശ്യമില്ലാത്തത്. അത് തീർത്തും തെറ്റായ ധാരണയാണ്. കാരണം മഴക്കാലത്ത് നമ്മൾ AC വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ മഴയുള്ള സമയത്ത് നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് പുറത്തേക്ക് കാണാതിരിക്കുകയും ഫോഗ് വന്ന് വിൻഷീൽഡ് മറയുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ AC കണ്ടീഷൻ നിർബന്ധമായിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം. AC ഫ്ലോ, അതേപോലെ AC ഫിൽറ്ററൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭാഗമാണ്. കാരണം ചില ആളുകളൊന്നും AC ഫിൽറ്റർ അങ്ങനെ ചെക്ക് ചെയ്യിക്കാറില്ല. ഒരു ജനറൽ ചെക്കപ്പിൽ അത് ഒരു വർക്ക്ഷോപ്പിൽ കൊടുക്കുകയാണെങ്കിൽ അവർ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ AC ഫിൽറ്റർ നമ്മൾ പ്രോപ്പറായിട്ട് മാറിയിട്ടില്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ വരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് AC ഫിൽറ്ററും നിർബന്ധമായിട്ടും ഒരു പീരിയോഡിക് സർവീസിൽ നമുക്ക് റീപ്ലേസ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് വീണ്ടും ഇടേണ്ടതാണ്. വാഹനത്തിൻ്റെ അണ്ടർ കോട്ടിംഗ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പോൾ അണ്ടർ കോട്ടിംഗ് ചെയ്യാത്ത വാഹനങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ അണ്ടർ കോട്ടിംഗ് ചെയ്യേണ്ടതാണ്. കാരണം അത് തുരുമ്പ് വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നുണ്ട്. അണ്ടർ കോട്ടിംഗ് ചെയ്യുന്നതിന് മുമ്പ് വാഹനത്തിൻ്റെ അണ്ടർബോഡി എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം അത് ചെയ്യുക. കാരണം ഒരു റസ്റ്റ് വന്ന ഒരു അണ്ടർബോഡിയാണ് വാഹനത്തിൻ്റെതെങ്കിൽ അതിലേക്ക് നമ്മൾ അണ്ടർ കോട്ടിംഗ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം നിർബന്ധമായിട്ടും അതൊരു വർക്ക്ഷോപ്പിൽ നമ്മൾ കയറ്റിയതിന് ശേഷം അണ്ടർ കോട്ടിങ്ങിന് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം നമ്മൾ അണ്ടർ കോട്ടിംഗ് ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് നമ്മൾ ഡോർ വൈസറുകളാണ്. ഇപ്പോൾ ഡോർ വൈസറുകൾ ഫിക്സ് ചെയ്യുന്നത് മൂലം നമുക്ക് നല്ല ഫ്രഷ് എയർ കൂടുതലായിട്ട് വാഹനത്തിലേക്ക് വരാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഡോർ വൈസറുകൾ ഫിക്സ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ വിൻഷീൽഡ് ഗ്ലാസ് ഏറ്റവും കൂടുതൽ ക്ലാരിറ്റിയോട് കൂടി നിൽക്കുമ്പോഴാണ് നമുക്ക് ഡ്രൈവിംഗ് വളരെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റുക. സാധാരണ വാഹനങ്ങൾക്ക് വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വാട്ടർ മാർക്ക് എന്ന് പറയുന്നത്. അത് നമ്മുടെ വേനൽക്കാലങ്ങളിലോ ഒക്കെ വാഹനങ്ങൾ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ വാട്ടർ ഡ്രോപ്സ് നമ്മുടെ വിൻഷീൽഡിന് മുകളിൽ നിൽക്കുന്നു. അത് കുറേ സമയം നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു മാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് വാട്ടർ മാർക്കായി കാണും. നമുക്ക് പകൽ സമയങ്ങളിൽ ചിലപ്പോൾ അത്ര വ്യക്തമായിട്ട് കാണില്ല, പക്ഷേ രാത്രി സമയങ്ങളിൽ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ
വാഹനത്തിനെതിരെ വരുന്ന വെളിച്ചം അതിൽ തട്ടുകയും നമുക്ക് വിസിബിലിറ്റി കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രോപ്പറായിട്ട് പോളിഷിങ്ങിലൂടെ അത് ക്ലീൻ ചെയ്തെടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇപ്പോൾ നമ്മുടെ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നിർബന്ധമായിട്ടും അങ്ങനത്തെ വാട്ടർ മാർക്ക് ഉണ്ടെങ്കിൽ അത് വിൻഷീൽഡ് എന്തായാലും പ്രോപ്പറായിട്ട് നമ്മൾ ക്ലീൻ ചെയ്യണം. പിന്നീട് നമ്മൾ വാഷർ ഫ്ലൂയിഡാണ്, അതായത് നമ്മൾ ലിക്വിഡായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ വിൻഷീൽഡിൻ്റെ ടാങ്കിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കൂടുതലായിട്ട് വൈപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഗ്ലാസ്സിൽ സ്ക്രാച്ചസ് വീഴാതിരിക്കാൻ കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഷാമ്പു ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക, കാരണം ഷാമ്പു കുറച്ചും കൂടി കട്ടി കൂടിയ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ നോസിലുകളിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വൈപ്പർ സ്പ്രേ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുകയും ചെയ്യാൻ അങ്ങനെ ഒരു സാധ്യത വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിൻഷീൽഡ് ഫ്ലൂയിഡ് മാത്രം നമ്മുടെ വിൻഷീൽഡ് ടാങ്കിൽ ഉപയോഗിക്കുക, എന്നിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക. പല ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ ആൻറ്റിനകൾ, അതായത് റേഡിയോ ആൻറ്റിനകൾ ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പ് ആൻറ്റിനയിലൂടെ വാഹനത്തിനകത്തേക്ക് വെള്ളം ലീക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം അതിനെന്തെങ്കിലും ക്രാക്ക് സംഭവിക്കുകയൊക്കെ ചെയ്താൽ അതിന് ലീക്ക് നമുക്ക് എവിടെയാണെന്ന് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ കസ്റ്റമേഴ്സിന് സാധിക്കില്ല എന്ന് വരും. അപ്പം ടോപ്പ് ആൻറ്റിനയുടെ അതിൻ്റെ ബീഡിങ്ങുകൾ, അതേപോലെ എന്തെങ്കിലും പൊട്ടുകളോ സ്ക്രാച്ചുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് തന്നെ നിങ്ങൾ വർക്ക്ഷോപ്പുകളിൽ ജനറൽ സർവീസ് കൊടുക്കുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുന്നതായിരിക്കും. അടുത്തതായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷനാണ്. ബാറ്ററി നമ്മൾ നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ്. അത് ഒരു 4 വർഷം അല്ലെങ്കിൽ 5 വർഷമൊക്കെയാണ് മാക്സിമം ബാറ്ററിയുടെ വാറണ്ടി വരുന്നത്. അപ്പം ആ വാറണ്ടിയോട് അടുത്ത് വരുന്ന സമയങ്ങളിൽ സ്റ്റാർട്ടിംഗ് ഡിലേ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറേണ്ടതാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ മാറേണ്ടതാണ്. അതേപോലെ അതിൻ്റെ കണ്ടീഷൻസ്, സെല്ലിൻ്റെ കണ്ടീഷനും അതുപോലെ ബാറ്ററി വാട്ടർ, അതൊക്കെ നമ്മുടെ ഈ ജനറൽ സർവീസിൽ കൊടുക്കുമ്പോൾ വർക്ക്ഷോപ്പുകളിൽ നിന്ന് തന്നെ അത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെയൊക്കെ വാഹനങ്ങളിൽ മഴക്കാലങ്ങളിൽ ശ്രദ്ധിക്കേണ്ടത്.